ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ തിരുസന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തുള്ളവർ ആകുന്നു. നമുക്ക് ആരാധനാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങേ ആരാധിക്കുവാനായിട്ടൊരു പുതിയ ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയോടും അങ്ങയുടെ ജനത്തോടുമുള്ള ആത്മീക ഭൗതിക കൂട്ടായ്മയ്ക്കായി ദൈവം ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി പിതാവേ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ കുടിവരവുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങളിപ്രകാരം വീണ്ടും നിൻ്റെ സന്നിധിയിലേക്ക് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലിരുന്നു കൊണ്ട്, ഭവനങ്ങളിലിരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധനയും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടുകൾ ആരാധന മുഖരിതമായി മാറുന്ന ഈ നിമിഷങ്ങൾ അത് കുടുംബമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് വേർതിരിക്കണം. ദൈവകൃപയിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. കർത്താവിൻ്റെ നന്മ കൊണ്ട് നിറയുവാൻ സഹായിക്കണം. യേശുമിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവനാമ മഹത്വത്തിന് നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിനുമായി നമ്മുടെ ആരാധന ഗീതത്തിലെ 14-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 14-ാമത്തെ ഗീതം. Dewa
പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുന്നതിനായിട്ട് ആരംഭിക്കാം. ആരാധനക്രമം 6-ാം പുറത്തിൽ ആരംഭിക്കുന്ന സ്തുതിലിത്താനികൾ 4-ാം ഭാഗം ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം. സ്തുതിലിത്താനികൾ 4-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനത്തോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദൈവന്മാരുടെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു, പർവ്വതങ്ങളും ശിഖരങ്ങളും അവിടുത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും തിരുക്കരങ്ങളും നിറഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഒരുമിച്ച് സ്തുതിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളേറ്റു പറയാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ ഇന്നുവരെയുള്ള പ്രയാണങ്ങളിൽ കർത്താവിനോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള കുറവുകളെ പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കാം. കുറവുകളെ ദൈവത്തോടേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ മനസ്സലിവുള്ളവനായ ദൈവം നമ്മോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അറിഞ്ഞുമറിയാതെയും വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിൻ്റെ രക്ഷണീയ സ്നേഹത്തിന് വിരുദ്ധമായി നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള കുറവുകളെ ദൈവത്തോടേറ്റു പറഞ്ഞ് അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പാപങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തോടും അനുതാപമുള്ള മനസ്സോടും ദൈവമുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ആരാധനക്രമം 11-ാം പുറത്തിലുള്ള അനുതാപ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കാം. ആരാധനക്രമം 11-ാം പുറം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയക്ക് തോക്കണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം ലംഘനങ്ങളും ആശയങ്ങളെ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ ഞാൻ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ശാസ്ത്രികൾ വസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും ആയുഷ് കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമാത്മാവിനിൽ പുതുക്കണമേ. അവിടുത്തെ സന്നിധി തന്നെ തള്ളിക്കളയരുതേ. അവരുടെ പരിശുദ്ധാത്മാവിനിൽ എടുക്കുകയുമരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ.
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പാപങ്ങളും കുറവുകളും നമ്മോട് ക്ഷമിച്ച് ദൈവമക്കളെന്നുള്ള ഭാഗ്യകരമായ പദവിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയേറ്റാം. ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ എത്രയോ അതിശയകരമാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹൃദയാന്തർഭാഗത്തിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. ആരാധനക്രമം 14-ാം പുറത്തിലുള്ള പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ഹൃദയം തുറന്നുള്ള സ്തോത്രധ്വനിയായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആരാധനക്രമം 14-ാം പുറം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, ഞങ്ങളുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത് അവിടുത്തെ വിലം ചൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളതായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങൾ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. വീണ്ടും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്ന പാട്ടുപുസ്തകത്തിലെ 232-ാമത്തെ ഗീതം ചേർന്ന് പാടാം. ഗീതം 232. Oh
സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 സങ്കീർത്തനം 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. 119 സങ്കീർത്തനം 33 വാക്യം മുതൽ 48 വരെ. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിന് അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിന്റെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായുമാറാകണമേ. വ്യാജത്തെ നോക്കാതെ കൊണ്ട് എന്റെ കണ്ണിനെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്ദയെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന തിരുവചന വേദഭാഗം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലിശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലിശയോട്, നീ എവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. എലീശ അവനോട്, യജമാനനാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയോട് അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശായെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോയിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവെന്ന് ചോദിച്ചു. അതിനവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടി പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പ് എടുത്തു മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിലെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തൻ്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടക്കി ചെന്നു യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ വീണ പുതപ്പുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു.
അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലിശ ഇക്കരയ്ക്ക് കടന്നു. എരിഹോവിൽ നിന്ന് അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിൻ്റെ ആത്മാവ് എലിശയുടെ മേൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഈ വാഴ്ചയുടെ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള സുവിശേഷ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഈ തിരുവചന പാഠഭാഗങ്ങൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹവും ആശ്വാസപ്രദവുമായി തീരുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തിലുള്ള അപ്പോസ്തല വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ പാതിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നല്ല ദിവസത്തിൻ്റെ മനോഹരമായ പകൽക്കാലം നമ്മൾ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഈ വിശുദ്ധാരാധനയുടെ മാഹാത്മ്യം അനുഭവിക്കുന്നു. ഇന്നുവരെയും നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഭീതീതമായ ലോകാന്തരീക്ഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. മരണഭീതിയും രോഗഭീതിയും ഇല്ലായ്മയുടെ ഭീതിയും സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആശങ്കകളും ആകുലതകളും നിറയുന്നു. ദൈവം നൽകുന്ന സുരക്ഷിതത്വമല്ലാതെ മനുഷ്യന് സ്വതമേ സുരക്ഷിതനാകാൻ കഴിയാതിരിക്കുന്ന നല്ല നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമ്മെ വിനയപ്പെടുത്താം. കർത്താവിൻ്റെ കൃപയ്ക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ ആശ്വാസപ്രദനായ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ലഭ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ പ്രതിസന്ധികൾക്ക് ശാശ്വതമായൊരു പരിഹാരം ലോകമാസകലം ലഭ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. COVID-19 എന്ന മഹാമാരി, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണം,
രോഗത്തിൻ്റെ ഭീതിതമായ കൂടിവരവ്, അതുകൊണ്ട് സംഭവിക്കുന്ന വേദനയുടെ നിമിഷങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പണത്തോടെ നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിന് ക്ഷേമം വരുത്തുവാൻ ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി, സഭയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കായും എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി നടത്തണമേ എന്ന് ആഗ്രഹിക്കാം. ബലഹീനത ഉള്ളവരുണ്ട്, ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ദൈവം സർവശക്തനായി, മതിയായവനായി കൂടെ ഇരുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച മുതൽ നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ നമ്മളായിരിക്കുന്നു. സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ ദൈവാനുകൂലമാക്കി നമുക്കൊരുമിച്ച് കൂടി വരുവാനുള്ള അവസരം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. എല്ലാവരുടെയും ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 5 വർഷമായി പള്ളിയിൽ വൈദിക ശുശ്രൂഷ നടത്തിവരുന്ന പ്രദീപച്ചനായി പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച മുതൽ മറ്റൊരു സുവിശേഷ മേഖലയിലേക്ക്, ശുശ്രൂഷ മേഖലയിലേക്ക് അങ്ങയുടെ മകൻ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ പുതുതായി ചുമതലയേൽക്കാൻ കടന്നു വരേണ്ട വൈദികനെയും കുടുംബത്തെയും ഓർക്കാം. ഇടവക കമ്മിറ്റിക്കായി, മറ്റ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി, സഭയിലുള്ള ഓരോ അംഗങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വലിയവനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം പിതാവേ. ഞങ്ങൾ ബലഹീനരാണെങ്കിലും ഞങ്ങൾക്ക് നൽകുന്ന ബലത്തിനായി, ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തിനായി യേശുവപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ജനമായി വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. പ്രതിസന്ധികളുടെ ചുറ്റുപാടിൽ തളർന്നു പോകാതെ ഇന്നുവരെ ഞങ്ങളെ നടത്തിയല്ലോ. കർത്താവേ, മാസങ്ങളായി ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാതെ, പരസ്പരമുള്ള കൂട്ടായ്മയുടെ ബന്ധം പുതുക്കാൻ കഴിയാതെ ഞങ്ങൾ വളരെ അകലെയുമായി നിൽക്കുന്ന നാളുകളാണ്. ഇപ്രകാരമെങ്കിലും ഞങ്ങൾക്കൊരു ആരാധനയുടെ മഹിമ കാണുവാൻ ഇടയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഓർക്കട്ടെ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ജീവിതങ്ങൾ അവിടുന്ന് മാനിക്കണമേ. ഓരോ കുടുംബത്തിലും ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപ ധാരാളമായി വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഭീതിതമായി നിൽക്കുകയാണ്. ഈ രോഗഭീതി കർത്താവെ വളരെ അധികമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അവിടെയായി ഈ രോഗത്തിൻ്റെ ബാധ കൊണ്ട് മനുഷ്യർ ഭീതിയിലായിരിക്കുന്നു, വേദനയിലായിരിക്കുന്നു. ദൈവമേ, അവിടുന്ന് കടാക്ഷിക്കണമേ. ഈ രോഗികളായിത്തീരുന്നവരെ ചികിത്സിക്കുന്ന ആതുര സേവന മേഖലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അവർക്ക് കരുതൽ നൽകണമേ. ആതുര സേവന മേഖലയിലുള്ള പലരും രോഗികളായി മാറുന്ന ഒരു നാളുകളാണ് ഞങ്ങൾ കാണുന്നത്. ദൈവം അവിടുത്തെ കരം നീട്ടി സ്പർശിക്കണമേ. ഞങ്ങളുടെ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ എല്ലാവരെയും വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നേതൃത്വം നൽകുന്ന നേതൃത്വങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ ക്രമീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ആശീർവദിക്കണം. കർത്താവെ, വളരെ വേഗം ഈ മഹാമാരി ലോകം മുഴുവനിൽ നിന്ന് മാറിപ്പോകുവാൻ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിൽ അവിടുന്ന് കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ദേശത്തിൽ അവിടുത്തെ സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെയും കുറവുകളെയും കഴുകിക്കളയണമേ. മനുഷ്യൻ്റെ തെറ്റുകൾ അവിടുത്തെ ശാപത്തിന് കാരണമായിരിക്കുന്നു എങ്കിൽ തെറ്റുകളെ ക്ഷമിക്കുന്ന കർത്താവ് പാപങ്ങളെ ക്ഷമിച്ചിട്ട് അവിടുത്തെ മനസ്സലിവ് കാണിക്കണമേ, സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലവും ഞങ്ങൾ ഭവനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ദൈവമുഖം നോക്കി പ്രാർത്ഥിക്കുന്നു.
ആരാധിക്കുന്നു. ആരാധനയുടെ അനുഗ്രഹം ദൈവം തമ്പുരാൻ ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. എല്ലാവരെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാം അനുഗ്രഹിച്ചു കൊള്ളണമേ. പ്രായമുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ ശക്തീകരിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. തൊഴിൽ മേഖലകളായിരിക്കുന്നവർക്ക് മതിയായ സുരക്ഷിതത്വം നൽകണമേ. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ എല്ലാ ഭവന കൂടാരങ്ങളിലും തങ്ങി നിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച മുതൽ ഞങ്ങൾ പള്ളിക്കകത്തുള്ള വിശുദ്ധ ആരാധനയുടെ കൂടുവരവുകൾ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കണമേ. സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരണമേ പിതാവേ. ഞങ്ങളുടെ വിശ്വാസികൾക്ക് ആരാധനയിൽ വന്ന് താല്പര്യപൂർവ്വം സന്തോഷത്തോടെ പങ്കെടുക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങളെ ഞങ്ങൾക്കായിട്ട് അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന ഇടവക ഭാരവാഹികളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രദീപച്ചന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ഈ ഇടവകയിൽ അങ്ങയുടെ മകൻ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവം അടുത്ത ആഴ്ചയിൽ എൻ്റെ മകനെ പുതിയ ഒരു സേവന മേഖല ഏൽപ്പിക്കുകയാണല്ലോ. ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്തിൽ അടുത്ത മകനെ കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കുടുംബമായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, പുതുതായി ലഭിക്കുന്ന സേവന മേഖലകൾ അനുഗ്രഹകരമായി ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ മകനെ അങ്ങ് ശക്തീകരിക്കണമേ. ഈ ഇടവകയിൽ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പരസ്പരമുള്ള കൂട്ടായ്മയ്ക്കും സഹിത്വത്തിനും ബന്ധങ്ങൾക്കും അങ്ങ് നൽകിയ വലിയ വിലയ്ക്കായി നന്മകൾക്കായി സ്തോത്രം. കൃപയോടെ അനുഗ്രഹിക്കണമേ. പുതിയ നന്മകളിലേക്ക് കരം പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായി ഈ പള്ളിയിൽ ചുമതലയേൽക്കാൻ വരുന്ന ഷൈജു അച്ഛനെയും കുടുംബത്തെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് ഈ ആലയത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവിടുന്ന് കൂട്ടിവരുത്തണമേ. ദൈവകൃപ ഞങ്ങൾ ഒരുമിച്ച് അനുഭവിപ്പാൻ കൃപയാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ഞങ്ങൾ അങ്ങ് നടത്തിയല്ലോ. ഇന്നയോളം ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. അങ്ങ് നൽകിയ എത്രയോ നന്മകളുണ്ട് കർത്താവേ. ഞങ്ങൾക്കിന്ന് ലോകത്തിൻ്റെ ചുറ്റുപാട് കുറച്ച് ബലഹീനതകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അങ്ങ് നൽകിയ നന്മ എത്രയോ വലുതാണ്. അങ്ങ് എത്രയോ സമൃദ്ധിയായി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ വലിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി ദൈവകരങ്ങളിലുള്ള സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ജീവിതത്തിൻ്റെ പ്രയാണം തുടരുവാൻ വലിയവനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപാകടാക്ഷം പകരുമാറാകണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. എല്ലാ പുകഴ്ചയും ഏറ്റെടുക്കണമേ. ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ സുരക്ഷിതത്വമുള്ള കരം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അങ്ങ് എപ്പോഴും അനുകൂലമാക്കി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ നന്മകൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്ത് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇത് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. പ്രധാനമായി ഒരു കാര്യം കൂടെ ഈ ആരാധനയുടെ മധ്യത്തിൽ ഓൺലൈനായി സഭാവിശ്വാസികളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൻ്റെ പകുതി മുതൽ നമ്മുടെ സഭാ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാതെ ഓൺലൈൻ ആരാധനകളിലൂടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. ജൂൺ മാസത്തിൻ്റെ 14-ാം തീയതി മുതൽ ആരാധന ആരംഭിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ അല്പം കൂടെ നീട്ടിവെച്ചു. ജൂലൈ മാസം 5-ാം തീയതി ഞായറാഴ്ച മുതൽ സഭയ്ക്കകത്തുള്ള ഒരുമിച്ചുള്ള കൂടിവരവിൻ്റെ സാധ്യതകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ്. എല്ലാ വിശ്വാസികളെയും ഈ ഒരു വലിയ നന്മയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് 2 ആരാധനകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ നടത്തുക എന്നുള്ളതാണ്. 7 മണിക്ക് ഒരു ആരാധനയും 9 മണിക്ക് അടുത്ത ആരാധനയും നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ 2 ആരാധനയിലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കാൻ പറ്റും. പരിമിതമായ ആളുകളെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് കൊണ്ടാണ് 2 ആരാധനകളായി വാർഡുകൾ തിരിച്ച് ആരാധന നടത്തുന്നത്. 7 മണിക്ക് ആരംഭിക്കുന്ന ആരാധനയിൽ 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്,
4-ാം വാർഡ്, 5-ാം വാർഡ് എന്നീ വാർഡുകളിലെ വിശ്വാസികൾക്കാണ് പങ്കെടുക്കാൻ അനുവാദമുണ്ടാവുക. ഈ വാർഡുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡീക്കന്മാരുടെ പേരും കൂടെ ഞാൻ പറയാം. സഭാ സെക്രട്ടറിയായ ബൈജു എസ് ബാബു ആണ് 1-ാമത്തെ വാർഡ്. സുനിൽകുമാർ ഡീക്കറുടെ വാർഡാണ് 2-ാമത്തെ വാർഡ്. ഷീജ റോസ് ഡീക്കനസാണ് 3-ാമത്തെ വാർഡ്. ഷമുവൽ ഡീക്കറാണ് 4-ാമത്തെ വാർഡ്. ഷീജ ഡീക്കനസാണ് 5-ാമത്തെ വാർഡ്. ഈ 5 വാർഡിലുള്ളവർ 7 മണിക്ക് ആരംഭിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്ത ആരാധന 9 മണിക്കാണ്. 9 മണിക്കുള്ള ആരാധനയിൽ 6, 7, 8, 9, 10, 11 വാർഡുകളിലെ വിശ്വാസികൾക്ക് പങ്കെടുക്കാം. 6-ാം വാർഡ് ലോറൻസ് ഡീക്കറാണ്. 7-ാം വാർഡ് സാബു ഡീക്കർ. 8-ാം വാർഡ് നെൽസൺ ഡീക്കർ. 9-ാം വാർഡ് ലിജിൻ ഡീക്കർ. 10-ാം വാർഡ് ഹിരൺ ഡീക്കർ. 11-ാം വാർഡ് അനിൽജിത്ത് ഡീക്കർ. ഇവർ നേതൃത്വം നൽകുന്ന വാർഡാണ്. 6, 7, 8, 9, 10, 11 വാർഡുകൾ 9 മണിക്കുള്ള ആരാധനയിലാണ് ഈ വാർഡിലെ വിശ്വാസികൾ പങ്കെടുക്കേണ്ടത്. നമ്മൾ പങ്കെടുക്കുമ്പോൾ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ആരാധനയിൽ പങ്കെടുക്കാൻ പാടില്ല. 65 വയസ്സ് കഴിഞ്ഞ ആളുകളും ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ആരാധനയ്ക്ക് വരുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് നമ്മൾ എത്തുന്ന സമയത്ത് ഇവിടെ നൽകുന്ന ചില ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങളൊക്കെ ക്രമമായി പാലിച്ചു വേണം നമ്മൾ ആരാധനയിൽ പങ്കെടുക്കാൻ. ആരാധനാലയത്തിനകത്ത് നമ്മൾ ഇരിക്കുന്നത് തന്നെ 6 അടി അകലത്തിൽ നിങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ സീറ്റ് ക്രമീകരിച്ചിരിക്കും, അവിടെ ഇരിക്കാവൂ. അകത്തോട്ട് വരുമ്പോഴും പുറത്തോട്ട് ഇറങ്ങുമ്പോഴും പോകേണ്ടതായ രീതികൾ വളരെ ക്രമീകൃതമായി ക്രമീകരിച്ച് സഭയ്ക്കകത്ത് നൽകുന്നതാണ്. കൈയും മുഖവുമൊക്കെ ശുചീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ നൽകും. സാനിറ്റൈസർ നിങ്ങൾക്ക് നൽകും. അതൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥനയോടുകൂടെ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിച്ച് ആരാധനയ്ക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങളാണ് കിട്ടുന്നത്. പ്രാർത്ഥനയോടെ, ദൈവഭക്തിയോടെ, ദൈവം നമ്മളെ കഴിഞ്ഞ 3-4 മാസങ്ങൾ വീടുകളിൽ വളരെ ഭംഗിയായി സുരക്ഷിതമായി കാത്തു എന്നുള്ളതിൻ്റെ നന്ദി സൂചകമായി ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ഒരുമിച്ച് കൂടി സ്തോത്രം പറയാൻ പ്രാർത്ഥനാപൂർവം നമ്മളെല്ലാവരും വന്ന് പങ്കെടുക്കണമെന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി എല്ലാവരും മാസ്ക് ഉപയോഗിക്കേണ്ടതാണ്. മാസ്ക് ഇല്ലാതെ ആരും പള്ളി കാമ്പൗണ്ടിൽ പ്രവേശിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അവരവർക്കുള്ള പാഠപുസ്തകവും ബൈബിളും കൊണ്ടുവരേണ്ടതാണ്. പള്ളിക്കകത്ത് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇതൊക്കെ പൊതുവായ നിർദ്ദേശങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെയുള്ള നമ്മുടെ ആരാധനകൾ എത്ര പേർ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. കാണുന്നവർ നിങ്ങളുടെ അയൽപക്കത്തുള്ള വീടുകളിൽ ആരാധന ആരംഭിക്കുന്നതും ഏതൊക്കെ ആരാധനയ്ക്കാണ് ഏത് വാർഡിൽ ആളുകൾ വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഒരു നിർദ്ദേശങ്ങൾ പരസ്പരം നൽകാനും നിങ്ങളെ വളരെ താല്പര്യത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ പള്ളിയിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രദീപ് അച്ഛൻ ഇന്ന് അച്ഛൻ ഈ പള്ളിയിൽ നടത്തുന്ന ആരാധനയോടുകൂടെ അച്ഛൻ ഈ പള്ളിയുടെ ചുമതല വിടേണ്ട ദിവസങ്ങൾ എത്തുകയാണ്. അച്ഛന് ഒരു സെൻഡ് ഓഫ് നൽകേണ്ടതായ സമയം അടുത്തു വരുന്നു. പക്ഷേ ഇന്നിൻ്റെ സാഹചര്യം അല്പം നിൽക്കുന്നതുകൊണ്ട് സെൻഡ് ഓഫിൻ്റെ തീയതി പിന്നാലെ അറിയിക്കുന്നതാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ കുടുംബമായി ദൈവം ഈ പള്ളിയിൽ ഉപയോഗിച്ചു. തുടർന്നു പോകുന്ന സഭയിൽ ഒരു വലിയ ശുശ്രൂഷയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീടുകളിൽ അച്ഛനെ കുറിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുവാനും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ നമ്മുടെ പള്ളിയിൽ പുതുതായി മഹായിടവ് നിയോഗിച്ചിരിക്കുന്ന റവറൻഡ് ഷൈജു അച്ഛൻ വൈദികനായിട്ട് കടന്നു വരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെയും പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. നന്ദി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന പാട്ടുപുസ്തകത്തിലെ 137 പാട്ട്, പാട്ടുപുസ്തകത്തിലെ 137 ഗീതം നമ്മൾ പാടും. തുടർന്ന് പ്രിയപ്പെട്ട പ്രദീപച്ചൻ നമുക്ക് ആവശ്യമായ വചന സന്ദേശം ഇന്ന് നൽകുന്നതാണ്.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ഈ പരിശുദ്ധ ദിനത്തിൽ പ്രാർത്ഥനയോട് പങ്കുചേരുവാൻ സർവ്വശനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊന്ന് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും കുടുംബങ്ങളുടെ നാഥനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ അനുഗ്രഹവും ശ്രേഷ്ഠവുമായ ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പല സ്ഥലങ്ങളായിരുന്നുകൊണ്ട് തിരുവചനത്തെ ധ്യാനിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുവാനും അങ്ങ് നൽകിക്കുന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ കൂട്ടായ്മയെ അങ്ങ് ആസ്വദിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. തിരുവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങളുടെ ബലമുള്ള കരങ്ങൾ അങ്ങ് വഹിച്ചുകൊണ്ട് യേശു മിശിഹായുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ ദിനത്തിൽ നാം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട്, നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ആലയത്തിൽ ആയിരുന്നുകൊണ്ട് ദൈവീയ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. അതിന് ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. എന്നെ ഈ ശുശ്രൂഷകൾക്ക് എനിക്ക് മാർഗദർശിയായിരുന്ന പ്രിയപ്പെട്ട ജീവദാസച്ചനെയും മുൻപിലായിരുന്ന വില്ലന്തനച്ചനെയും ഈ സമയത്ത് നന്ദിയോട് ഓർക്കുന്നു. അതിനോടൊപ്പം സഭാ കമ്മിറ്റിയെയും സഭയിലെ വിവിധമായ പുരുഷസംഘടനകളായ എല്ലാ സംഘടനകളെയും അതിലെ ഭാരവാഹികളെയും അതിലെ എല്ലാ സുഹൃത്തുക്കളെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ ശുശ്രൂഷയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ എടുത്തു പറയുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിനും, എന്തെങ്കിലും കോട്ടങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ കുറവായി കണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും എല്ലാ ബന്ധങ്ങൾക്കും, എല്ലാ സ്നേഹബന്ധങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തുടർന്നും എൻ്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചുകൊള്ളട്ടെ. ശിഷ്യത്വം എന്ന സാക്ഷ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം തിരുവചന ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യനാവുകയാണ് ജീവിത സാക്ഷ്യത്തിൻ്റെ ആധാരം. ശിഷ്യനെന്ന ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ക്രിസ്തുവിനെ ഈ സമൂഹത്തിനെ പരിചയപ്പെടുത്തുന്ന അനുഭവമാണ്. ആ പരിചയം ഈ സമൂഹത്തിലെ വേദന അനുഭവിക്കുന്നവനെ ക്രിസ്തുവിലേക്ക് അനയിക്കുന്നൊരു ബന്ധമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികളും പ്രതികൂല മധ്യയായിരിക്കുന്നവനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറാം. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ബോൺഹോഫർ 1906, 1945 കാലഘട്ടങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യത്തിന് സാക്ഷിയായി നൽകിയത് തൻ്റെ ജീവൻ തന്നെയായിരുന്നു. അദ്ദേഹം 1937 കാലഘട്ടങ്ങളിൽ രചിച്ച ഒരു പുസ്തകമുണ്ട്, ദ കോസ്റ്റ് ഓഫ് ഡിസേപ്പിൾഷിപ്പ്, അതായത് ശിഷ്യത്തിൻ്റെ വില. എന്നാൽ ആ പുസ്തകം നാസി സ്വേച്ഛാധിപത്യത്തിന് എതിരായുള്ള ഒരു നീക്കമായി തെറ്റിദ്ധരിക്കപ്പെട്ട് 1943 ഏപ്രിൽ അദ്ദേഹത്തെ ഹിറ്റ്ലറുടെ നാസി പട്ടാളം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കിപ്പിച്ചു. എന്നാൽ 1945 ഏപ്രിൽ 9 അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അതായത് യഥാർത്ഥമായ ഒരു ശിഷ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ജീവൻ പോലും നൽകണം എന്നതിന് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വളരെ വേദശാസ്ത്ര പണ്ഡിതനായ ബോൺഹോഫർ. എന്നാൽ മാത്തട്ടേസ് എന്ന യവന പദത്തിൽ നിന്നാണ് ഡിസേപ്പിൾഷിപ്പ് എന്ന പദം ഉത്ഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ, അതിൽ ബോൺഹോഫറിൻ്റെ ദ കോസ്റ്റ് ഓഫ് ഡിസേപ്പിൾഷിപ്പ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ കോസ്റ്റ് എന്ന വിലയിൽ തന്നെ ഡിസേപ്പിൾഷിപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്ന്, ക്രോസ്.
ക്രോസ് കഷ്ടതയുടെ പ്രതീകമാണ്. അതായത് ഗുരുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന അനുഭവം ഉണ്ടാകണം ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം. 2, അദ്ദേഹത്തിൻ്റെ ആ കോസ് എന്ന വാക്കിലെ രണ്ടാമത്തെ ലെറ്ററാണ് ഒ, ഒബീഡിയൻസ്. ഗുരുവിന് വേണ്ടി അനുസരണമുള്ളവനായി തീരണം. 3, മൂന്നാമത്തെ ലെറ്ററാണ് യെസ്, അതായത് സർവീസ്. ഗുരുവിന് വേണ്ടി ദാസനായി തീരുവാൻ അല്ലെങ്കിൽ സേവനം ചെയ്യുവാൻ തയ്യാറാവണം. 4ത്തെ വാക്കാണ് ടി എന്ന പദം, അതായത് 4ാമത്തെ ലെറ്ററാണ് ടി എന്ന പദം, ട്രസ്റ്റ് വർത്തി. ഗുരുവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വിശ്വസ്തപരമായി ജീവിതം നയിക്കുക, അതായത് സ്വയം ത്യജിച്ച് സ്വയം ശൂന്യവൽക്കരിച്ച് ജീവിക്കുക. അതാണ് ശിഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലെ അതിൻ്റെ ആന്തരികമായ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നതാണ്. ഗുരുവിന് വേണ്ടി കഷ്ടം സഹിക്കുക, ഗുരുവിനെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാവണം, ഗുരുവിന് വേണ്ടി ദാസത്വം സ്വീകരിക്കണം, ഗുരുവിന് വേണ്ടി സ്വയം നമ്മെ തന്നെ ത്യജിക്കണം. നമ്മുടെ ഗുരുനാഥൻ ആരാണ്? നമ്മുടെ ഗുരുനാഥൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. മറ്റൊരു വലിയൊരു ഗുരുനാഥനെ ഈ ലോകത്തിൽ മാതൃകയുള്ള ഒരു ഗുരുനാഥനായി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമുക്ക് അധ്യാപകർക്ക് കൂടി നമുക്കൊരു അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുരുനാഥനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ ഒരു കുറ്റവും ഒരു കുറവും കാണാൻ പറ്റാത്ത ഒരു വലിയൊരു ഗുരുനാഥൻ നമുക്കുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ഗുരുവിനെ നാം പിൻചെല്ലുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ പാലിച്ചേ മതിയാവുകയുള്ളൂ. ആ ഗുരുവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരും, ആ ഗുരുവിന് വേണ്ടി അനുസരണ ജീവിതം നയിക്കേണ്ടി വരും. അതായത് വിശ്വാസ പ്രമാണങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ പ്രമാണിച്ച്, ന്യായപ്രമാണ കൽപ്പനയെ പ്രമാണിച്ച് ജീവിക്കേണ്ടി വരും. അവന് വേണ്ടി എളിമയുടെ വസ്ത്രം, താഴ്മയുടെ വസ്ത്രം ധരിച്ച് ജീവിക്കേണ്ടി വരും. അവനുവേണ്ടി സ്വയം നമ്മെ തന്നെ ശൂന്യവൽക്കരിച്ച് ജീവിച്ചാൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറുവാൻ സാധിക്കും. 2ാമതാണ് ടെസ്റ്റിമോണിസം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെസ്റ്റിമണി എന്ന പദം രൂപപ്പെട്ടത്. അതായത് ഇതിനർത്ഥം സാക്ഷ്യമെന്നാണ്. ടെസ്റ്റിമണി എന്ന പദത്തിൻ്റെ അർത്ഥം സാക്ഷ്യമെന്നാണ്. ഇതിനർത്ഥം ജീവിതത്തിലൂടെ പ്രകടമാക്കുക എന്നതാണ്. ജീവിതത്തിൽ കൂടെ നിന്റെ ജീവിതത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇതാണ് ഏറ്റവും നല്ല സാക്ഷ്യം. നമ്മെ കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സാക്ഷ്യമുള്ള മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുന്നവരാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് യേശുവിൻ്റെ ശിഷ്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ സാധിക്കുക? എപ്രകാരം എനിക്കും നിങ്ങൾക്കൊക്കെ യേശുവിൻ്റെ ശിഷ്യത്തിൻ്റെ പങ്കാളികളായിട്ട് തീരുവാൻ സാധിക്കും? 1, ആത്മീയ ജീവിതത്തിൽ രൂപപ്പെടുന്ന ശിഷ്യത്വവും സാക്ഷ്യവും. ആത്മീയ ജീവിതത്തിൽ രൂപപ്പെടുന്ന ശിഷ്യത്വവും സാക്ഷ്യവും. ഇന്ന് നാം വായിച്ചു കേട്ട 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, യെരിഹോവിൽ അവനെ എതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇവിടെ എലീശയെ കാണുമ്പോൾ അവിടെ കൂടി നിന്ന പ്രവാചക ശിഷ്യന്മാരുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അവനിൽ കുടിയിരിക്കുന്നത്, അവനിൽ അധിവസിക്കുന്നത് വേറൊരു ആത്മാവുമല്ല, നമ്മുടെ ഏലിയാവിൽ പരിവർത്തിച്ചിരുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് ആ പ്രവാചക ശിഷ്യന്മാർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലീശയുടെ ജീവിതത്തെ കൂടെ തന്നെ ആയിരുന്നു. എന്നാൽ വ്യത്യസ്തതകളോട് അസഹിഷ്ണുത പുലർത്തിയിരുന്ന തീവ്രമായ ഒരു പ്രവാചക ജീവിതമായിരുന്നു ഏലിയാവിൻ്റെത്. എന്നാൽ ഏലിയാവിൻ്റെ ജീവിതത്തെ പ്രതിസന്ധികളിൽ പോലും എലീശ എന്ന ശിഷ്യൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വേദപുസ്തകം 1 സ്ഥലങ്ങളിലും വിവരിച്ചു കാണുന്നില്ല. അതായത് ഏലിയാവിൻ്റെ കഷ്ടപ്പാടുകളിൽ, ഏലിയാവിൻ്റെ പ്രതിസന്ധികളിൽ, ഏലിയാവിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഒന്നും ഈ എലീശ എന്ന സഹോദരനെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ പകരം ഏലിയാവിൻ്റെ അന്ത്യനാളുകളിൽ ഏലിയാവും എലീശയും തമ്മിലുള്ള വികാരനിർഭരമായ ഒരു വിടവാങ്ങൽ രംഗം ഇവിടെ ശ്രദ്ധായമാകാം. ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ കൂടി സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ എലീശേ, നീ ഗിൽഗാലിൽ താമസിക്കുക. യഹോവയായ ദൈവം എന്നെ ബഥേലിലേക്ക് പോകുവാൻ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടെ ഗിൽഗാലിൽ താമസിക്കുക, സന്തോഷത്തോടു കൂടി താമസിക്കുക എന്ന് പറയുന്നു. എന്നാൽ എലീശ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ മറുപടി പറയും, ഓക്കെ അങ്ങ് പോയിട്ട് വരൂ. എന്നാൽ
എലീശ അവിടെ പറയുന്ന മറുപടി തികച്ചും വ്യത്യസ്തമാണ്. യഹോവയാണേ, എൻ്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ നിന്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. നീ എവിടെ പോയാലും ഞാൻ നിന്നോട് വരും. നീ എവിടെ പാർത്താലും ഞാൻ നിന്നോട് പാർക്കും എന്ന അനുഭവത്തോടു കൂടി എലീശ ഏലിയാവിനോട് ഇന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. തുടർന്നും ഏലിയാവ് സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം എലീശയുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കും. ബഥേലിൽ നിന്ന് ദൈവം ഏലിയാവിനോട് യെരിഹോവിലേക്ക് പോകുവാൻ പറയുന്നു. അപ്പോഴും എലീശ ഒരു അനുസരണയുള്ള വിധേയത്വമുള്ള ഒരു ദാസനായി ഏലിയാവിനെ പിന്തുടരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. തുടർന്ന് ദൈവം ഏലിയാവിനോട് യോർദാനിലേക്ക് പോകുവാൻ പറയുന്നു. അവിടെയും ഏലിയാവിൻ്റെ പിന്നാലെ പോകുന്ന എലീശയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. എലീശയോട് ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് നൽകണം? നീ എന്നെ വിടാതെ പിന്തുടരുകയാണല്ലോ. ഞാൻ ഈ ലോകത്ത് നിന്ന് എടുക്കുവാൻ പോകുന്നു, പക്ഷെ നീ എന്നെ വിടാതെ പിന്തുടരുന്നു. നീ എൻ്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുന്നു. എന്താണ് കാരണം? നിനക്കെന്തോ കാര്യമുണ്ട് എന്ന് തോന്നുന്നു. എന്നോട് ചോദിക്ക്, നീ എന്നോട് പറയൂ എന്ന് ഏലിയാവ് എലീശയോട് പറയുമ്പോൾ എലീശ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ആവശ്യം നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. നിന്നിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാവിനെ ദൈവം നടത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലൂടെയാണ്. ഏലിയാവിന് നൽകിയ പരിശുദ്ധാത്മാവിനെയാണ് എലീശ ആ ഏലിയാവിനോട് ചോദിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ എലീശ ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം നൽകുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ആ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ ശിഷ്യത്വവും സാക്ഷ്യവും ഈ ലോകത്ത് നമുക്ക് വഹിക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ ഏലിയാവ് എലീശ ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുതപ്പ് എലീശയുടെ മേലിലേക്ക് ഇടുന്നു. ചരിത്ര പഠന പ്രകാരം പുതപ്പ് എന്ന് പറയുന്നത് വളരെയേറെ വില കൂടിയ ഒരു വസ്തുവാണ്. അതായത് വില കൂടിയതാണ്, വിലപിടിപ്പുള്ളതാണ്, അമൂല്യമായ ഒരു വസ്തുതയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ സാന്നിധ്യമാണ് ഏലിയാവിനോട് ആഗ്രഹിച്ചതും ചോദിച്ചതും. എലീശയുടെ ആഗ്രഹം പോലെ തന്നെ ആത്മാവിനെ നേടിയെടുക്കുന്നതായി കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിനങ്ങളിലെ തിരുവചനങ്ങൾ കൂടിയും നമ്മുടെ ജീവിതാനുഭവം കൂടി നാം മനസ്സിലാക്കിയതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എവിടെയാണോ അധിവസിക്കുന്നത് അവിടെയെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യം കുടികൊള്ളുന്നു. ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന കൽപ്പന സാധ്യമാക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തണം. എലീശയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട പല സമയത്തെ നഷ്ടപ്പെട്ടിരിക്കാം, തൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ധനം സമ്പാദിക്കേണ്ട നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കാം, ഒരുപക്ഷെ തൻ്റെ താലന്തുകളൊക്കെ വിനിയോഗിച്ചിരിക്കാം. ഇതെല്ലാം വിനിയോഗിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കഴിഞ്ഞത്. ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിൽ കൂടെ ലഭിച്ച സ്നേഹത്തെ, ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങളെ എത്രത്തോളമാണ് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നത്? എത്രത്തോളമാണ് നമ്മുടെ ചുറ്റുപാടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പകർന്നു നൽകിയിരിക്കുന്നത്? നമ്മുടെ സമയത്തെ കളയുവാൻ തയ്യാറാണോ? നമ്മുടെ ധനത്തെ അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ തയ്യാറാണോ? നമ്മുടെ താലന്തുകളെ ദൈവസമത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ തയ്യാറാണോ? എങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ വ്യാപരിക്കുകയും ക്രിസ്തു ശിഷ്യന്മാരായിട്ട് നിലകൊള്ളുവാൻ സാധിക്കും. മിഷൻ വലയൂരുകളിൽ വടക്കേന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇന്ന് തിരുവചനം എത്താത്ത സ്ഥലങ്ങളുണ്ട്, ക്രിസ്തുവിനെ അറിയാത്ത ദേശമുണ്ട്. അവിടെ ഇനിയും ധാരാളം യുവതി യുവാക്കൾ നമ്മുടെ സഭകളിൽ നിന്നൊക്കെ ഉയർത്തി നിൽക്കേണ്ടതുണ്ട്. ആ സുവിശേഷ വാഹകരായിട്ട് കടന്നു ചെല്ലേണ്ടതുണ്ട്. അതിന് നാം തയ്യാറാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി സമയം ചെലവിടുവാൻ, അതിനുവേണ്ടി ധനം വിനിയോഗിക്കുവാനൊക്കെ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ ക്രിസ്തു ശിഷ്യരായിട്ട് ഈ ലോകത്തിൽ ശോഭിക്കുവാനും വിളങ്ങുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എലീശയെ പോലെ അനുഗമിക്കുമ്പോൾ കഷ്ടം സഹിക്കേണ്ടി വരും. അവൻ്റെ ദാസനായി എളിമയുടെ വസ്ത്രം അല്ലെങ്കിൽ താഴ്മയുടെ വസ്ത്രം ധരിക്കേണ്ടി വരും. വിശ്വസ്തയോടുകൂടിയും ജീവിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ക്രിസ്തു ശിഷ്യരായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2,
സ്വയം ശൂന്യതയിലേക്ക് നയിക്കുന്ന ശിഷ്യത്വവും സാക്ഷ്യവും. സ്വയം നമ്മെ ശൂന്യതയിലേക്ക് നയിക്കുന്ന ശിഷ്യത്വവും സാക്ഷ്യവും. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ വളരേണം, ഞാനോ കുറയണം എന്നുത്തരം പറയും. അവൻ വളരേണം, ഞാനോ കുറയണം എന്നുത്തരം പറയും. ഇവിടെ വളരെ മനോഹരമായ ഒരു സംഭവം നടക്കുകയാണ്. യോഹന്നാൻ ശലേമിന് അരികത്ത് യേനോനിൽ എന്ന സ്ഥലത്ത് ജനത്തിന് സ്നാനം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം. അപ്പോൾ യോഹന്നാന്റെ ചെവികളിലേക്ക് ഒരു കൂട്ടം ജനം ഓടിക്കിതച്ചു കൊണ്ടുവന്ന് ഇപ്രകാരം പറയുന്നു, അല്ലയോ യോഹന്നാനെ, നീ അറിഞ്ഞോ, യേശു യഹൂദ ദേശത്ത് സ്നാനം കഴിപ്പിച്ചു കൊണ്ടുവരികയാണ്. ധാരാളം പേര് അവൻ്റെ അടുക്കിലേക്ക് കൂടി വരുന്നു. ധാരാളം പേര് അവനാൽ സ്നാനം ഏൽട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ ഈ വാക്കുകളെ കേട്ടപ്പോൾ അവരോട് പറയുന്ന വാക്കാണ്, അവനോ വളരേണം, ഞാനോ കുറയണം. അവനോ വളരേണം, ഞാനോ കുറയണം. ഒരിക്കൽ ഒരു ബാലൻ ഒരു കായൽ തീരത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ കായൽക്കരയിൽ ഇരുന്നുകൊണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് ഈ കൊച്ചു ബാലൻ കണ്ടു. അവനൊരു ആഗ്രഹം തോന്നി, എനിക്കും ഒരു ചൂണ്ട ലഭിച്ചിരുന്നെങ്കിൽ മീൻ പിടിക്കാമായിരുന്നു. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവനൊരു ചൂണ്ട വാങ്ങി ആ കായൽക്കരയുടെ തൊട്ടടുത്ത് മറ്റു സ്ഥലത്തിരുന്ന് അവൻ മീൻ പിടിക്കുവാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. അപ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് ഭക്ഷണം അല്ലെങ്കിൽ മീനിനെ പിടിക്കുവാൻ വേണ്ടി ഭക്ഷണം ഇട്ടുകൊണ്ട് ആ ചൂണ്ട വെള്ളത്തിലിട്ടു. ഒരുപാട് നേരം ആ കരയിൽ ഇരുന്നു കൊണ്ട് മീൻ പിടിക്കുവാൻ വേണ്ടി അവൻ ശ്രമം നടത്തി. എന്നാൽ ഒരു മീനും അവന് ലഭിച്ചില്ല. ദുഃഖാർത്ഥനായി, വല്ലാത്ത ദുഃഖവും പ്രതിസന്ധിയൊക്കെ അവൻ അനുഭവിക്കാൻ തുടങ്ങി. അവൻ ഓടിച്ചെന്ന് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ചൂണ്ടയിട്ടപ്പോൾ ധാരാളം മീൻ ലഭിക്കുന്നുവല്ലോ, ഞാൻ ചൂണ്ടയിട്ടിട്ട് ഒരു മീൻ പോലും എനിക്ക് ലഭിച്ചില്ല, എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മോനെ, നീ ഈ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിരുന്നുകൊണ്ട് കരയോട് തൊട്ടടുത്തിരുന്നു കൊണ്ട് ഈ ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മീന് നിന്റെ ചൂണ്ടയിൽ കൊത്തുവാൻ ഇടയില്ല. കാരണം നിന്റെ നിഴലോ നിന്റെ രൂപമോ ആ വെള്ളത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ചൂണ്ടയുടെ അരികിലേക്ക് മീൻ വരുവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് മറഞ്ഞിരുന്നാൽ മാത്രമേ, നമ്മൾ ചൂണ്ടയിട്ടിട്ട് പിന്നാലെ മറഞ്ഞിരുന്നാൽ മാത്രമേ മീൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മറഞ്ഞിരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഇത്രയും ധാരാളം മീൻ ലഭിച്ചത് എന്ന് അവിടെ പറയുന്നതാണ് കഴിഞ്ഞു. പലപ്പോഴും ഇന്നിൻ്റെ ലോകത്തിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെ മുൻനിർത്തി കാണിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ധനത്തെ മുൻനിർത്തി കാണിച്ച് പ്രൗഢിയെയും ഗംഭീരത്തെയൊക്കെ മുന്നിൽ കാണാറുണ്ട്. അവിടെ എല്ലാം നമ്മളിലെ അഹങ്കാരത്തെ, നമ്മളിലെ ഞാനെന്ന ചിന്തയെ, നമ്മളിലെ അഹന്തയെ നീക്കിവെച്ച് സ്വയം താഴ്ന്ന് ശൂന്യവൽക്കരിച്ചിട്ട് പുറകെ നിന്നാൽ മാത്രമേ ആ ക്രിസ്തു സ്നേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര ഉയരത്തിലായിരിക്കുന്നുവെങ്കിലും ആ ഉയരം നൽകിയത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് മറന്ന് ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മെ തന്നെ സ്വയം ശൂന്യവൽക്കരിക്കണം, നമ്മെ തന്നെ താഴ്ത്തണം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി കൊടുക്കണം. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലെ ചിലർ എന്നോട് പറഞ്ഞു, അച്ഛൻ ജനുവരി മാസത്തിലെ ലാസ്റ്റ് ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ഏത് പ്രസംഗമാണെന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചിലർ പറഞ്ഞു, അച്ഛൻ ഈ പള്ളിയിൽ വരുന്നതിനെക്കുറിച്ചും ആരാധന വരുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു, നമ്മുടെ പള്ളികളെല്ലാം പൂട്ടിയിടുവാൻ പോകുന്നു എന്ന് അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. നാളത്തെ ദിനങ്ങളിൽ നമ്മുടെ പള്ളികൾ പൂട്ടിയിടുവാൻ പോകുന്നു, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോലും വരാൻ പറ്റാതെ നമ്മൾ ഭവനങ്ങളിൽ ഇരിക്കാൻ പോകുന്നു എന്ന് അച്ഛൻ്റെ വായ കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല, പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞു. ഇന്ന് നമുക്ക് പലപ്പോഴും സാഹചര്യങ്ങൾ ലഭിക്കും,
ആ സാഹചര്യങ്ങളെ വിനിയോഗിച്ചില്ല എങ്കിൽ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ പാഴാക്കുന്നുവെങ്കിൽ തിരിച്ചൊരു വരവ് വളരെ അസാധ്യമാണ്, സാധ്യത കുറവാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കേണ്ട നിമിഷങ്ങളാണ് ഈ അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടം. ഈ നിമിഷങ്ങളൊക്കെ സാമൂഹിക വ്യാപനങ്ങളൊക്കെ വളരെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. എന്നാലും ആശങ്കപ്പെടാതെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, വിനയപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമുക്കും ഈ കൂടിയൊരുവന് ദൈവം സാധ്യമാക്കും. ആ ദൈവിക സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോകുകയല്ല, ആ ദൈവ സ്നേഹത്തിൽ അടുത്തു വന്ന് ആ ക്രിസ്തു ശിഷ്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ എവരെയും ഇടയാക്കട്ടെ. 3, നാം മാതൃകയുള്ളവരായിരിക്കണം. നമ്മൾ മാതൃകയുള്ള ജീവിതം നയിക്കണം. ഇന്ന് വായിച്ചു കേട്ട ലേഖന വേദഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുന്ന അനുഭവമാണ്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസ് എന്ന യവനക്കാരനോട് പറയുന്ന അനുഭവം. നല്ല സാക്ഷ്യമുള്ള ശിഷ്യനായിരിക്കുവാൻ അവിടെ ചില കാര്യങ്ങൾ പറയുന്നു. വൃത്തരോട് പറയുന്നതാണ്, നിങ്ങൾ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരായിരിക്കുക. നിങ്ങൾ നിർമ്മതരായിരിക്കുക, ഗൗരവമുള്ളവരായിരിക്കുക, സുബോധമുള്ളവനായി ഇരിക്കുക. അടുത്ത യൗവനക്കാരികളോട് പറയുന്നു, നിങ്ങൾ പ്രിയരായിരിക്കുക, ഭർത്താവിന് പ്രിയപ്പെട്ടവരായിരിക്കുക, പുത്രപ്രിയപ്പെട്ടവരായിരിക്കുക, സുബോധമുള്ള ജീവിതം നയിക്കുക, പവിത്രതമായി ജീവിതം നയിക്കുക. അടുത്ത യൗവനക്കാരോടും പറയുന്നു, നിങ്ങൾ സകല പ്രവൃത്തിയിലും മാതൃകയായിരിക്കുക. അതായത് വാക്കില് നടപ്പില് ഒക്കെ ജീവിത വിശുദ്ധിയോടും പ്രവൃത്തിയുള്ള ജീവിതം നയിക്കുക. തുടർന്ന് പറയുന്നു, ദാസന്മാരോട് പറയുന്നു, യജമാനന് നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിലാവാം, നമ്മുടെ മേലധികാരികൾക്ക് നമ്മൾ കീഴ്പ്പെട്ട് ജീവിതം നയിക്കണം. ആരും നിങ്ങളെ തുച്ഛീകരിക്കാൻ ഇടവരരുത്. ഇപ്രകാരം പൗലോസ് പറയുന്ന സാഹചര്യം, അതായത് വ്യത്യസ്ത പ്രായങ്ങളിലും ജീവിത സാഹചര്യം ഉള്ളവരോട് എപ്രകാരം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കണമെന്നാണ് പൗലോസ് സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ തെറ്റായ രീതികൾ കൊണ്ട് നീയും ഞാനുമൊക്കെ സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യമായി മാറുന്ന അനുഭവം ഉണ്ടാവാം. എന്നാൽ ക്രിസ്തുവിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുത്താതെ ഇരിക്കണം ജീവിതം നയിക്കുവാനായിട്ടാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന് ഇഷ്ടമുള്ള ഒരു അനുഗ്രഹമായ ഒരു ജീവിതം നയിക്കുവാൻ. ഒരിക്കലും ഒരു ഇംഗ്ലണ്ടിലെ ഒരു വിദ്യാർത്ഥി, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ പഠന സമയം കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിൽ വിശ്രമിക്കുവാൻ വേണ്ടി പോകും. വിശ്രമിക്കാൻ പോകുന്ന നിമിഷങ്ങളിൽ അവർക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ ഹോസ്റ്റലിനും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം, റൂമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുവാനുള്ള അനുവാദമുണ്ട്. പലരും ഈ 1 മണിക്കൂർ സമയം എന്ന് പറയുന്ന 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കിയതിനു ശേഷം പെട്ടെന്ന് വന്ന് ഈ ഗ്രൗണ്ടിൽ വന്ന് കളിക്കുവാൻ വേണ്ടി വിനിയോഗിക്കാറുണ്ട്. അതിനുവേണ്ടി സമയം കൂടുതലെടുക്കും. എന്നാൽ ഒരു പെൺകുട്ടി മാത്രം എല്ലാ ദിവസവും ഈ 1 മണിക്കൂർ കൃത്യമായി ഉപയോഗിച്ച് കളിക്കാനുള്ള അധിക സമയം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാറുണ്ട്. ഒരു ദിവസം പ്രഥമ അധ്യാപക ആ റൂമിലേക്ക് കടന്നുപോയതിനു ശേഷം ഇപ്രകാരം ചോദിച്ചു, മോളെ, നീ എന്തിനാണ് എല്ലാ ദിവസവും ഈ റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്? ഈ റൂം നീ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയുന്നത് എന്താണ്? ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നമ്മൾ എന്നും പ്രാർത്ഥിക്കാറില്ല, കർത്താവേ വേഗം വരണമേ, കർത്താവേ വേഗം വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറല്ലേ? ഒരു പക്ഷേ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഈ റൂമുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള റൂമുകളെല്ലാം വൃത്തികേടായിട്ടായിരിക്കും കിടക്കുക. കർത്താവിന് ഇരിക്കാൻ ഏതെങ്കിലും സ്ഥലം വേണ്ടേ? കർത്താവ് വരുമ്പോൾ വിശ്രമിക്കുവാൻ സ്ഥലം വേണ്ടേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, വൃത്തിയായിട്ട് വച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് വരുമ്പോൾ എൻ്റെ കർത്താവിന് നല്ലൊരു ഇരിപ്പിടം കൊടുക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ മുറിയും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. അതായത് കർത്താവിന് ഇടം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയും വൃത്തിയാക്കി സൂക്ഷിക്കണം. കർത്താവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നല്ല ശിഷ്യരും സാക്ഷ്യമുള്ളവരായി നാം ജീവിക്കണം. അതായത് പരിശുദ്ധാത്മാവിൽ കൂടി നല്ല ബന്ധങ്ങളെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. സ്വയമായി നമ്മെ തന്നെ താഴ്ത്തിയും വിനയത്തോടും ദാസ്യത്തോടും കൂടി മാത്രമേ നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ
ക്രിസ്തു പഠിപ്പിച്ചതുപോലെ അനുസരണമുള്ള ജീവിതം നയിക്കുവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെവരെയും ശക്തീകരിക്കുകയും കൃപ നൽകുകയും ചെയ്യുമാറാട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് സന്തോഷത്തോടു കൂടി വിരാമം കുറിച്ചുകൊള്ളട്ടെ. ദൈവം നമ്മെവരെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ പാഠപുസ്തകം 256 ഗീതം കോയനോടൊപ്പം ചേർന്ന് പാടാം. 256 ഗീതം. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും ഞങ്ങളുടെ ശ്രേഷ്ഠയുടനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ അനുഗ്രഹവും ശ്രേഷ്ഠരുമായ ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിൽ കൂടി വരുവാൻ അങ്ങ് നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവമേ, ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട്, ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ മാനിച്ചു കൊള്ളണമേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. തുടർന്നും അങ്ങയുടെ ദിവ്യമായ കരുതലും സംരക്ഷണവും ദൈവീയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളെന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് അങ്ങ് കാത്തു പരിപാലിക്കണം. ദൈവമേ, വരുന്ന ഒരാഴ്ചക്കാലം ഞങ്ങളെ രോഗദുരിതങ്ങളിൽ നിന്ന്, ജീവിത ക്ലേശങ്ങളിൽ നിന്ന്, ജീവിത പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഏതുമായ ക്ലേശങ്ങളോ പ്രതിസന്ധികളോ രോഗദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ കടന്നു വരാതെ അത്ഭുതകരമായി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏവരെയും അങ്ങ് താങ്ങുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അങ്ങ് മാനിക്കണം. ഞങ്ങളായിരിക്കുന്ന ഉദ്യോഗങ്ങളെല്ലാം ഉയർച്ച ഉന്നതി നൽകി അനുഗ്രഹിക്കണം. തുടർന്ന് ദിനങ്ങളിലും അങ്ങയുടെ ദിവ്യമായ കരുതലോടും സംരക്ഷണത്തോടും കാത്തു പരിപാലിക്കണം. ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജീവദാസച്ചനെയും കുടുംബത്തെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ അങ്ങ് മാനിക്കണം.
സഭാ കമ്മിറ്റി ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷയെ അങ്ങ് മാനിച്ചങ്ങ് ഒഴിഞ്ഞത്തെ അനുഗ്രഹിക്കണം. സഭയിലെ എല്ലാ പോഷകങ്ങളെയും, എല്ലാ കുഞ്ഞുമക്കളെയും, യൗവനക്കാരെയും, പാത്രജന മാതാപിതാക്കളെയും, എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ അങ്ങ് താങ്ങിക്കൊണ്ട് വഴി നടത്തണം. ദൈവമേ, പുതുതായി കടന്നു വരാൻ പോകുന്ന പ്രിയപ്പെട്ട ഷൈജോച്ചനെയും കുടുംബത്തെയും ഓർക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷകൾ ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ, അങ്ങേക്ക് വേണ്ടി ധാരാളം വ്യക്തി ജീവിതങ്ങളെ ആദായപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവനെ അങ്ങ് ബലപ്പെടുത്തണം. വരുന്ന ആഴ്ച കാലഘട്ടത്തിൽ ഞങ്ങളെ അങ്ങനെ കൃപയോട് കാത്തു പരിപാലിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ സഹായിച്ചു വേണം. യേശു മശിഹായുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സാന്നിധ്യവും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.